നമസ്കാരം, എല്ലാവർക്കും കിസ്മിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ പുലാവും ചിക്കൻ റോസ്റ്റുമാണ്. നമ്മൾ ഈ പാർട്ടികളിലും പിന്നെ കല്യാണ വീടുകളിലൊക്കെ തലേന്ന് തയ്യാറാക്കുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് ഈ പുലാവും ചിക്കൻ റോസ്റ്റും തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ 1 കിലോഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകിയെടുക്കുമ്പോൾ നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയണം. അല്ലെങ്കിൽ നമ്മൾ ഈ ചിക്കൻ വറുത്തെടുക്കുമ്പോഴേക്കും അത് ഫ്രൈ ആയി കിട്ടാനായിട്ട് കുറച്ച് താമസമായിരിക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ചെറിയ നാരങ്ങയുടെ പകുതി പിഴിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഇനി കൈകൊണ്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ട് നമുക്ക് 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ആവാൻ വയ്ക്കണം. പിന്നെ പുലാവ് തയ്യാറാക്കാനായിട്ട് 1.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതിനി 6-7 തവണ നന്നായിട്ട് കഴുകിയിട്ട് 10 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വയ്ക്കണം. പിന്നെ കഴുകുമ്പോൾ തിരുമ്മി കഴുകാതെ അരി പൊട്ടാത്ത രീതിയിൽ ഒലച്ച് കഴുകിയെടുക്കണം. ഇതിലെ സ്റ്റാർച്ചൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞിട്ടാണ് നമ്മൾ വേവിക്കുന്നതെങ്കിൽ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. പിന്നെ റൈസ് വേവിക്കുമ്പോൾ ചേർക്കാനായിട്ട് കുറച്ച് മസാലയൊക്കെ എടുത്തിട്ടുണ്ട്. 1 ബേ ലീഫ്, 5 ഏലക്ക, 4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 കഷ്ണം കറുവപ്പട്ട. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ്, 1 കപ്പോളം ക്യാപ്സിക്കം. അപ്പം ഞാനിവിടെ 3 കളറിലെ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. 15 ബീൻസ് അരിഞ്ഞത്, കുറച്ച് ക്യാബേജ്, ഒരു ചെറിയ സവാളയുടെ പകുതി, 1 പച്ചമുളകും. നമുക്ക് പുലാവ് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇതിൻ്റെ കളർ ഇതുപോലെ ഒന്ന് മാറിക്കഴിയുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരി ചേർക്കാം. കണ്ടു, ഇപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാള അരിഞ്ഞത് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. പുലാവ് തയ്യാറാക്കുമ്പോൾ നമ്മൾ കുറച്ച് ബട്ടറും കൂടി ചേർക്കണം. അപ്പോഴേ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. സവാള ഒന്ന് മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും പച്ചമുളകും കൂടി ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസ് ഒരുപാട് വേവിക്കരുത്, നമ്മളിത് ദം ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ദം ചെയ്യുമ്പോഴേക്കും ഈ വെജിറ്റബിൾസൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നോളും. ഇനി ഇതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പാകത്തിന് വളരെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമല്ല. അതായത് 10 മിനിറ്റ് കുതിർത്ത 1.5 കപ്പ് ബസ്മതി റൈസിന് 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇതിലേക്ക് ഇനി ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി റൈസ് വേവിക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. സാധാരണ കല്യാണ വീടുകളിലൊക്കെ അവർ റൈസ് വേവിക്കുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കും. അപ്പോൾ നമ്മുടെ പുലാവിന് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടും ഈ കറിവേപ്പില ഇതിൽ കിടന്ന് വെന്ത് കഴിയുമ്പോൾ. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നല്ല ഫിറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റുന്ന അടപ്പാണെങ്കിൽ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ല ഫിറ്റായിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്കൊരു മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയിലായിട്ട് വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് കൂടുമ്പോൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ടോ, ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ കഞ്ഞി വാർത്ത് കഴിയുമ്പോൾ ചോറിൽ കുറച്ച് വെള്ളം ഇങ്ങനെ പറ്റിയിരിക്കുകയല്ലേ, ആ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ ഈ റൈസ് ദം ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കൂടി സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി. ചില സ്ഥലങ്ങളിൽ വെജിറ്റബിൾ പുലാവ് തയ്യാറാക്കുമ്പോൾ പൈനാപ്പിളും ചെറിപ്പഴമൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി വീണ്ടും അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ചൂടായ തവയിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇത് ദം ചെയ്തെടുക്കണം. കണ്ടോ, ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഒരു സോയാ സോസിൻ്റെയും ബട്ടറിൻ്റെയും മസാലയുടെയൊക്കെ നല്ലൊരു മണം വരും നമ്മളിത് തുറക്കുമ്പോഴേക്കും. കണ്ടോ, റൈസൊക്കെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇത് ചൂടോടെ ഇളക്കി എടുക്കരുത്, അപ്പോൾ ആകെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അലൂമിനിയം ഫോയിൽ മാറ്റിയിട്ട് ഇത് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കണം. എന്നിട്ട് ഇത് എടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വറുത്ത് കോരിയെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാനായിട്ട് 4 സവാള, 1 തക്കാളി 1ൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും വേണം. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. തക്കാളി വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇനി സവാള വഴറ്റിയെടുക്കാനായിട്ട് ചിക്കൻ വറുത്ത എണ്ണ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് സവാള ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും കൂടി ചേർക്കാം. ഇനി ഇത് വീണ്ടും വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. സവാള ഇതുപോലെ വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കണം. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞു ചേരുന്നവരെ നമ്മളിത് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. എന്നാലും സവാളയും തക്കാളിയൊക്കെ ഇങ്ങനെ വഴറ്റിയെടുത്ത ശേഷം തയ്യാറാക്കുമ്പോഴേ ചിക്കൻ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കും. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒരു 3-4 മിനിറ്റെങ്കിലും നല്ല പോലെ ഇത് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയൊക്കെ ചിക്കനിലൊന്ന് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഇനി 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. പിന്നെ 12 കാഷ്യൂനട്ട് കുതിർത്ത് അരച്ചത് ചേർക്കാം. 1/4 കപ്പ് വെള്ളം, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയത്തേക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി വെള്ളമൊക്കെ വറ്റി ഈ ചിക്കനൊക്കെ മസാലയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ ചിക്കൻ റോസ്റ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ചും കൂടി മസാല നമ്മൾ അവസാനം ഒന്ന് പൊടിച്ച് ചേർക്കണം. അതിനായിട്ട് 4 ഗ്രാമ്പു, 6 ഏലക്ക, ഈ വലിപ്പത്തിലുള്ള കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയിൽ ചെറിയ തരിയോടുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഈ പൊടിച്ചതിൽ നിന്ന് 1 ടീസ്പൂൺ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചിക്കൻ റോസ്റ്റിന് മസാലയുടെ ആ ഒരു സ്മെല്ല് ഇത് പോരെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ കളറൊന്ന് മാറി വരും. തയ്യാറാക്കിയിട്ട് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിൻ്റെ ഗ്രേവി കഴിക്കാനും പിന്നെ ഇതിലെ ചിക്കൻ പീസസ് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. നമ്മൾ കല്യാണ വീടുകളിലോ അല്ലെങ്കിൽ പാർട്ടികളിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ. ഇപ്പോൾ പുലാവിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കൊരു ഫോർക്ക് വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. പുലാവ് കഴിക്കാനായിട്ട് നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളൊരു പച്ചമുളകൊക്കെ ചേർത്ത്, കാരണം ചെറിയൊരു എരിവൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്യാപ്സിക്കം ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് തയ്യാറാക്കി എടുത്താൽ മതി. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതിൻ്റെ അളവൊന്ന് കുറച്ച് ചേർത്താലും മതി. എന്നാലും ക്യാപ്സിക്കം ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് മണമൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം.
അപ്പോഴേ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് പുലാവിന് കിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് പുലാവും ചിക്കൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കിയാൽ നമ്മൾ പാർട്ടികളിലൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെജ് പുലാവും ചിക്കൻ റോസ്റ്റും ഒക്കെ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി.